എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും ജനങ്ങളുമായും മാതാപിതാക്കളുമായും സ്വല്പസമയം സംസാരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തിയതിന് ദൈവത്തെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുണ്ട്. ലോകം ഇന്ന് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത്. വിശ്വാസം മനുഷ്യന് വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഏത് തരത്തിലുള്ള വിശ്വാസമാണ് വേണ്ടത്? കോവിഡ് കാലത്ത് നമ്മൾ ജനങ്ങൾ വെളിയിൽ പോകുന്നവർ പോസിറ്റീവ് ആകരുത്, നെഗറ്റീവ് ആകണം എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവ് ആകണം എന്നുള്ളത് വിശ്വാസം അവിടെ തെറ്റിപ്പോവുകയാണ്. കോവിഡ് കാലത്ത് പരിശോധനയ്ക്ക് ചെല്ലുന്നവർ നെഗറ്റീവ് ആകണം തങ്ങളുടെ പരിശോധന എന്ന് അവർ ചിന്തിക്കുമ്പോൾ, ഒരിക്കൽ നെഗറ്റീവ് മനുഷ്യന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇന്ന് നെഗറ്റീവ് മനുഷ്യന് ഇഷ്ടമായി വന്നിരിക്കുകയാണ്. ഒരിക്കൽ പോസിറ്റീവ് ഇഷ്ടമായിരുന്നുവെങ്കിൽ ഈ കോവിഡ് കാലത്ത് പോസിറ്റീവ് നെഗറ്റീവാണ്. കാരണം അത് വിശ്വാസമാണ്. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശ്വരവിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം, രാജ്യത്തിലുള്ള വിശ്വാസം, മനുഷ്യൻ തമ്മിലുള്ള വിശ്വാസം, നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഭവനം അവിടെ കാണും എന്നുള്ള വിശ്വാസം, ഈ സമൂഹത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സാധിക്കുമെന്നുള്ള വിശ്വാസം, സാധിക്കത്തില്ലെന്നുള്ള വിശ്വാസം, പരിശ്രമിക്കുമ്പോൾ പരിശ്രമം സാധിച്ചു വരും, ഫലം കിട്ടുമെന്നുള്ള വിശ്വാസം, കിട്ടത്തില്ലെന്നുള്ള വിശ്വാസം. അപ്പോൾ ഈ ലോകം തന്നെ നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. മനുഷ്യജീവിതം ഒരു വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ ജീവിതത്തിലാണ്. കാരണം ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു വെളിയിലോട്ട് വന്നില്ല എങ്കിൽ ആ മനുഷ്യൻ, അല്ലെങ്കിൽ വെളിയിലോട്ട് വരുന്ന വായു ഉള്ളിലോട്ട് കടന്നില്ല എങ്കിൽ അതൊരു വിശ്വാസമാണ്, മനുഷ്യൻ ജീവിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാകും. കാരണം എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നാം തന്നെ പരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്, പരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കുക. പോകുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ കേട്ടെങ്കിൽ അതിന് ഒരു വിശ്വാസമുണ്ടെങ്കിൽ ആ മനുഷ്യന് അവിടെ തന്നെ പോകാൻ സാധിക്കും. കാരണം അവൻ വിശ്വാസത്തോടു കൂടി അവന് അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതും നാം മനസ്സിലാക്കണം. ലോകം തന്നെ നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് മനുഷ്യന് വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥാവിശേഷത്തിലാണ് വന്നിരിക്കുന്നത്. മാതാപിതാക്കളെ വിശ്വാസമില്ല, സഹോദരവർഗത്തെ വിശ്വാസമില്ല, രാഷ്ട്രത്തെ വിശ്വാസമില്ല, രാഷ്ട്രീയ നേതാക്കന്മാരിൽ വിശ്വാസമില്ല, മനുഷ്യനെ തന്നെയും വിശ്വാസമില്ല, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ല. എവിടെയും വിശ്വാസത്യാഗമാണ് നാം കാണുന്നത്. നമ്മൾ ഒരു കാര്യത്തിൽ അടിയുറച്ചു നിന്നാൽ ആ വിശ്വാസത്തിൽ നാം നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ലോകം നിലനിൽക്കുന്നത് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. നാം ഇപ്പോൾ പോകുന്ന ഭാഗത്ത് ഒരു ഭൂകമ്പമുണ്ടായി, എല്ലാം നശിച്ചു എന്ന് നാം മനസ്സിലാക്കുക. പക്ഷേ അത് നശിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നാം പോകുന്നത്. അവിടെയാണ് മനുഷ്യൻ്റെ വിശ്വാസം. മതത്തിലായാലും, മത ആചാരങ്ങളായാലും, രാഷ്ട്രീയ ചിന്തയിലായാലും, എല്ലാവരും സാമൂഹ്യ ചിന്തകളിലായാലും വിശ്വാസം ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസം പോസിറ്റീവായിരിക്കട്ടെ എപ്പോഴും.
നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. കോവിഡ് കാലത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യനും നെഗറ്റീവ് ആകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാലത്ത് പോസിറ്റീവ് ചിന്ത നല്ലതായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് നെഗറ്റീവ് ചിന്തയാണ് നല്ലത് എന്ന്. വിശ്വാസത്തിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മൾ പോസിറ്റീവ് ആയി കോവിഡ് കാലത്തെടുത്തെങ്കിൽ നമുക്ക് വെളിയിൽ പോകാനൊക്കത്തില്ല. നമ്മൾ വളരെ ദുഃഖത്തിലാകും, പ്രതിസന്ധിയിലാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ അവിടെ നെഗറ്റീവാണ് മനുഷ്യനെ പ്രതീക്ഷിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ട് ഒരു കാലത്ത് എൻ്റെ ചിന്തയിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ, രാഷ്ട്രത്തിൻ്റെ ചിന്തയിൽ, ജനങ്ങളുടെ ചിന്തയിൽ പോസിറ്റീവായിരുന്നത് എമർജൻസി സമയങ്ങളിൽ നെഗറ്റീവായിട്ട് മാറ്റുന്ന ഒരവസ്ഥ വിശേഷം. ഇതാരെക്കൊണ്ട് സാധിക്കുന്നതല്ല. ഈശ്വര കടാക്ഷമുള്ളവർക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അവർക്കത് പ്രശ്നമല്ല. ഇല്ലാത്തവർക്ക്, ഈശ്വരവിശ്വാസമില്ലാത്തവർക്ക്, രാഷ്ട്രത്തിൽ പ്രവർത്തനങ്ങൾ വിശ്വാസമില്ലാത്തവർക്ക്, ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ വിശ്വാസമില്ലാത്തവർക്ക്, ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നതിൽ വിശ്വാസമില്ലാത്തവർക്ക് നെഗറ്റീവ് ഒരു പ്രയാസമാണ്, പോസിറ്റീവ് ഒരു പ്രയാസമാണ്. എന്നാൽ യഥാർത്ഥ ഭക്തനായ മനുഷ്യന് അവൻ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അവൻ്റെ വിശ്വാസത്തിൽ അവൻ വളരെ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകും. ഈശ്വരൻ നിങ്ങളെ കടാക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കും. എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാൻ സമീപ. താങ്ക് യു വെരി മച്ച്.